കുളിപ്പിക്കാനായിട്ട് പോവാ രാവിലെ. വാ ലൂക്കാപ്പി, ലൂക്കാപ്പി വന്നേ, ഇവിടെ കയറി വന്നേ. 500 രൂപ ഷാമ്പു വാങ്ങിച്ചത് കണ്ടോ. ഓടിയോ, ഇവിടെ കിടക്കപ്പാ, ഇവിടെ ഇവിടെ കിട. അയ്യോ വീഴും കത്താവേ. വാ ഇവിടെ കിടക്കും, ഇരി ഇവിടെ ഇരി. വാ ഇങ്ങോട്ട് ഇവിടെ ഇരി, ഒന്ന് കുളിപ്പിക്കട്ടെ. വാ ഇവിടെ വാ. ഇങ്ങോട്ട് വാ. അവിടെ ഇരുന്നേ, ഇരുന്നേ അവിടെ ഇരിക്കണേ. എൻ്റെ പൊന്നെ കുളിപ്പിക്കാം കേട്ടോ. എൻ്റെ പൊന്നെ രോമം എല്ലാം പോവല്ലേ. എൻ്റെ പൊന്നെ കുളിപ്പിക്കാവേ. രാവിലെ തന്നെ ലൂക്കാസിനെ കുളിപ്പിക്കാൻ പാടുന്നില്ല, ഇരുന്ന് തരും. ഇരുന്നും കിടന്ന് നോക്കത്തില്ല ലൂക്ക, അല്ലേ ലൂക്ക? വേറെ കാണിച്ചു നമ്മുടെ പൊന്നെ. ഇവിടെ കിടന്നേ, നമ്മൾ ഷാമ്പു കൊടുക്കട്ടെ. പിടിക്കും അമ്മ മേത്താക്കരുത്. അവിടെ ഇരി. അവൻ പറഞ്ഞ കേട്ടെ. നല്ല മണമുള്ള ഷാമ്പു ആണെന്നാ പറഞ്ഞേ. ലാവണ്ടറിന്റെ മണമാണല്ലോ. അവിടെ ഇരുന്നേ എൻ്റെ പൊന്നെ, അവിടെ ഇരുന്നേ. കുളിപ്പിക്കട്ടെ, അവിടെ ഇരിക്കുക. ഇവിടെ ഇരുന്നേ, ഇരിക്കും അവിടെ ഇരിക്കും. നല്ല മണമുള്ള ഷാമ്പു ആണ് അവർ പറഞ്ഞത് കേട്ടോ. ഒട്ടും മണമുണ്ടോ? നല്ല മണമുണ്ടെന്നാ പറഞ്ഞേ. ഇനി വന്നേ, കൊടയില്ല ഇപ്പോഴേ. അത് ശരി, പറഞ്ഞ കേൾക്കത്തില്ലേ. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. അവിടെ മുഖമൊക്കെ കാണിച്ചു, കുഞ്ഞിൻ്റെ മുഖമൊക്കെ കാണിച്ച്. എല്ലാവരും എളുപ്പമുള്ളൊരു കാര്യമാണ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇത്. വളർത്തുന്നവർക്കറിയാൻ ബുദ്ധിമുട്ട്. വളർത്തുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വളർത്തുന്നു. അല്ല പിന്നെ വളർത്ത പോകില്ലല്ലോ. എല്ലാവരും നോക്കുന്നവരാ കണ്ണുകൊണ്ട്. ഉഷേച്ചിയെ, എല്ലാവരും നോക്കുന്നവരാ കണ്ണുകൊണ്ടല്ലേ. ഒരു പട്ടിയൊന്ന് കുളിപ്പിക്കാൻ പറഞ്ഞാൽ കുളിപ്പിക്കത്തില്ല. എല്ലാരും നോക്കുന്നവരാ. അതാ പറഞ്ഞു, ഇവരെ ഇന്ന് കുളിപ്പിക്കുക എടുക്കുകയോ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കട്ട് പറയും. എല്ലാരും കൊഞ്ചിക്കാനായിട്ട് ഓടിയൊന്ന് വരും. കൊഞ്ചിക്കാന് എന്ത് ബുദ്ധിമുട്ടാ. ഒരു ചേച്ചിയും തന്നെയാ അവിടെ കുളിപ്പിയതല്ലേ. അതാ പറഞ്ഞേ. ഇവരെ ചേച്ചി, ഞാനിനി ഇങ്ങനത്തെ ഇവരെ ഇങ്ങനെ മേടിക്കുന്നില്ല. ഞാൻ ഇനി ശോഭനം ചെയ്താ പിന്നെ ഇവൻ നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞ് മേടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കളയാൻ പറ്റുമോ? പിന്നെ ഇവന്മാര് പറയുന്നതിനെക്കാട്ടി കൂടുതൽ അവൻ കേൾക്കുന്നുണ്ട്. എന്നാ പറഞ്ഞാലും കേൾക്കും. അതാ പറഞ്ഞു, എന്നാ പറഞ്ഞാലും അവൻ കേൾക്കും ഇവന്മാരെക്കാട്ടി കാര്യമായിട്ട്. ചേച്ചി, എനിക്കൊന്ന് വയ്യായെങ്കിൽ ഓടി വന്ന് കട്ടിലേ വന്ന് നോക്കും. പിന്നെ ഞാനും എടുത്ത എന്നാ പോട്ട്. കുളിപ്പിക്കാനൊക്കെ നിന്ന് തരുന്നതാണ്ടോ. കൊച്ചുപിള്ളേർ നിൽക്കുന്ന പോലെ അങ്ങ് നിൽക്കും. അവിടെ ഇവിടെ ഇരുന്നേ. ആണല്ലേ. അതാ പറഞ്ഞേ, സ്നേഹിക്കുവാണെ ഇവരെ സ്നേഹിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കൊച്ചുപട്ടിയെ കൊടുക്കുന്ന ഇട്ടില്ലേ. എൻ്റെ എന്നെ എല്ലാവരും വഴക്കാം. അതിനെ കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചേ. നമ്മൾ ഒരാൾ തന്നെയായിട്ട് അതിനെ നോക്കി, ഒരാൾക്ക് തന്നെയായിട്ട് അതിനെ നോക്കാൻ പറ്റുമോ? എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യത്. ഇവിടെ അത് പറഞ്ഞാ മേടിച്ച് ആരും നോക്കണ്ട, ഞാൻ നോക്കിയോളാന്ന്. ഇപ്പൊ നേരം വെളുക്കുമ്പോൾ അവരവരുടെ കാര്യത്തിന് അവർ കോളേജിൽ ഇറങ്ങിപ്പോവും. പിന്നെ ഒരു ആശ്രയം എനിക്കിപ്പോ ഇവനാവാ. ചേച്ചി പറയുന്നത് മിണ്ടാനും പറയാനും. എന്നാ പറഞ്ഞാലും അതിന് മറുപടിയും ഉണ്ടെന്നുള്ള അവരുടെ രീതിയിൽ അവർ മറുപടിയും തരും നമുക്ക്. കിടക്കാനല്ലേ. ചേച്ചി ഇപ്പൊ രോമം നന്നായിട്ട് പൊഴിയുന്നുണ്ട്. ഈ സീസൺ ആയതുകൊണ്ടായിരിക്കും. അതിനെപ്പോഴും വഴക്കായി ഇവിടെ. ഞാനിപ്പോ എന്തോ ചെയ്യാൻ, അവന് ചൂടാകുമ്പോ ഫാൻ്റെ കീഴെ കയറി കിടക്കുവേ.
ആ പൊള്ളി. ആ അയ്യോ എൻ്റെ ചേച്ചി, ഇന്നലെ ഇവൻ ചത്തു പോകേണ്ടിയായിരുന്നു. ഇവൻ്റെ കഴുത്തിൽ ഞാനൊരു തൊടലിട്ടായിരുന്നു, ഒരു റിങ്, ഒരു ചെയിന്. ആ ചെയിൻ ഇവൻ്റെ കൈക്കകത്ത്, ഞങ്ങൾ തിരുവല്ലായി പോയേക്കുമായിരുന്നു, കൈക്കകത്തൂടെ എങ്ങാണ്ട് കയറ്റി ഉരുണ്ട് വീണ്. സുജിത ഹരീഷ് ഇവിടെ ഉണ്ടായിരുന്നു. അവരേതായാലും കൂടെ കൊണ്ടുവന്ന് എടുത്ത് രക്ഷപ്പെടുത്തി. അല്ലെ എൻ്റെ ലൂക്കാച്ചിന് എന്തെങ്കിലും തീർന്നേന്. എന്നെ ചെയ്യാനെന്ന് പറ. കൂട്ടിലിട്ടിട്ട് പോയാൽ കിടന്ന് കാറി നാട്ടുകാരെ മൊത്തം വേളം വെക്കും. അത് കാരണം ഇവനെ അഴിച്ചു വിട്ടത്. ഏതായാലും കൂടെ ഇനിയിപ്പോൾ അതിനുള്ള ആ അവൻ്റെ രോമം പൊഴിയുന്നുണ്ടോ ചേച്ചി? ഉണ്ടല്ലേ? അതെന്നാ കാരണോ? ഇപ്പൊ ഈ സമയമായിട്ടാണോ? മരുന്നോ? ഉപ്പ് ഞാനിവിടെ കഴിക്കുന്ന ആഹാരം എല്ലാം അവന് കൊടുക്കും, അതുകൊണ്ടായിരിക്കും അല്ലേ? ആന്നല്ലേ? നമുക്കറിയത്തില്ല. ഞാനിവിടെ കഴിക്കുന്നതല്ലേ ഇവന് കൊടുക്കുവേ. ഒഴിവല്ലേ? പൊന്നെ ഇനി വീട്ടിലെ ആഹാരം കഴിക്കണ്ട കേട്ടോ. പൊന്നിന് തന്നെയായിട്ട് വേറെ വല്ലതും ഉണ്ടാക്കി തരാവേ കേട്ടോ. അത് കഴിച്ചാൽ മതിയേ. ആന്നല്ലേ? ആന്നല്ലേ? എന്തോ ആണല്ലേ? ഞാനിപ്പം ചേച്ചി 2 നേരം കൊടുക്കാം, കഴിക്കട്ടെ എന്ന് ഓർത്ത്. കുഞ്ഞല്ലേ? മറ്റേ ഫുഡല്ലേ? ആണല്ലേ? ഇന്നലെ അഭിലാഷിനോട് ബിസ്ക്കറ്റിന് പോയത് കണ്ടോ?